പറഞ്ഞിരിക്കുന്നത്. അവരുടെ കയ്യിൽ ഒരു തെളിവും ഇല്ല. മാത്രമല്ല 4 ഇടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുഖത്തൊരു ചെറിയ പാടെങ്കിലും കാണത്തില്ല. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. ഒരു ചെറിയ പാടുമില്ല, ഹോസ്പിറ്റലിൽ പോയിട്ടുമില്ല. അതുപോലെ തന്നെ ഇവർ പറഞ്ഞതിൽ ഭയങ്കരമായ വിരുദ്ധതയുണ്ട്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാണ് കണ്ടപ്പോൾ നേരെ ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ മുഖത്തിട്ട് കറക്റ്റ് 4 വട്ടം അടിച്ച്. എന്തായാലും നമുക്ക് വേറെ വഴിയില്ല. അതല്ല ഇതിപ്പോ തിരിച്ചടികളുടെ കാലമാണെന്ന് തോന്നുന്നു ധർമ്മ. ആ തെണ്ടിയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ. ഏതോ 2 ചെറുക്കന്മാരായിട്ട് വന്നു. ഈ 2 ചെറുക്കന്മാര് എൻ്റെ അനിയത്തിയുടെ കൂടെ വരെ ഇരുന്ന്, അതായത് എൻ്റെ അനിയത്തിയും ഞാനും ഇവളും എൻ്റെ അമ്മയും ഒക്കെ കൂടി ഇരുന്ന് അതിൻ്റെ അകത്ത്, അതായത് എൻ്റെ കൂട്ടുകാരന്മാരുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരനും അവൻ്റെ വൈഫും വേറെ കുറച്ച് കൂട്ടുകാരന്മാർ, അതുപോലെ ഞാൻ, ഇവള്, അമ്മ, ചിഞ്ചു എല്ലാവരും കൂടെ ഇരുന്ന് മദ്യം വരെ കുടിച്ചിട്ടുണ്ട്. ഈ കിടക്കുന്ന പാടില്ലേ, ഇത് കരിവെച്ച് വരച്ചൊന്നുമല്ല. ഇവന്മാര് വണ്ടിക്ക് അകത്തോട്ട് തള്ളിക്കേറി കുത്തിനെ പിടിച്ചപ്പോ കിട്ടിയതാണ്. നിനക്കിത് വേണം. എന്തൊക്കെയാ നീ പറഞ്ഞത്? അതുപോലെ ഇന്നേ വരെ എന്താ കുടുംബം നോക്കി ജീവിക്കുന്ന നാട്ടുകാരാണ് മാന്യന്മാരാണെന്ന്. എടി എൻ്റെ അനിയത്തിയോടാണ്, എടി നീ ഉൾപ്പെടെ അടങ്ങുന്ന കുടുംബം ഇന്നേ വരെ അച്ഛൻ 2019 ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ അന്ന് തൊട്ട് ഈ 2025 വരെ അന്തസ്സായിട്ട് പണിയെടുത്ത് കുടുംബം നോക്കിയ ഞാൻ എന്നെ അമ്മ മാന്യനല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, പെൺകുട്ടികൾ ഇങ്ങനെയാണ് വളർത്തുന്നത്? എന്റെ ചെലവിൽ ജീവിച്ചതാണെന്നുള്ള ബേസിക് ബോധം വേണം. അതിന് എന്നോട് നന്ദി വേണ്ട, എന്റെ ഭയങ്കരമായിട്ട് എന്റെ കയ്യിൽ വന്ന് കടപ്പെട്ടൊന്നും കിടക്കണ്ട. പക്ഷെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന രീതിയിൽ സംസാരിക്കരുത്. നിനക്ക് എത്ര തന്തയുണ്ട്? ആ വീഡിയോക്കകത്ത് അവൻ പറഞ്ഞിട്ടുണ്ട് ഡിവിഡൻഡ് ഒന്നും തന്നിട്ടില്ല എന്നും കഴിക്കാൻ തരുന്നതിന്റെ കണക്കും ഒക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? ഞാൻ വെറും തറ, നീ വലിയ സ്റ്റാൻഡാണോ? തിന്നിട്ടുണ്ട്, ഡ്രസ് മേടിച്ചു തന്നിട്ടുണ്ട്, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത് കിച്ചു വിടറ നാട്ടുകാർ വന്ന് സീനാണ്. അതുവരെ കണ്ട് ചിരിച്ചോണ്ട് നിന്ന ആളാ. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. ഞാനേ കൂതറയാ, വെറും കൂതറ. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാ. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.